അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റജബ് മാസം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റജബ് 1 റമളാനിലേക്കുള്ള ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഒരു മാസമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് റജബ് എന്ന് പറയുന്നത്. ഈ റജബ് മാസത്തിൽ നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതിന് 10 മടങ്ങ് വർധനവിൽ നിങ്ങൾക്ക് പ്രതിഫലം അല്ലാഹു തആല നൽകുകയും ചെയ്യും എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റജബ് മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നത്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല, എന്നാൽ ഇന്ന് മുതൽ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഒരു ചെറിയ വചനത്തിനെ നമ്മൾ അധികരിപ്പിക്കുകയാണെങ്കിൽ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ ദോഷങ്ങൾ അല്ലാഹു തആല നമുക്ക് പുറത്തു തരികയും നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്കനുസരിച്ച് അല്ലാഹു തആല അത് നടപ്പിലാക്കി തരികയും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നല്ലത് മാത്രം ജീവിതത്തിൽ നൽകുകയും ചെയ്യും. വളരെ അമൂല്യവും വളരെ പുണ്യമേറിയതുമായിട്ടുള്ള ഈ ഒരു ഇസ്തിഗ്ഫാറിനെ നമ്മൾ ഈ ഒരു മാസത്തിൽ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റൊരു ദിക്റുണ്ട്. ഈ ദിക്റിനെ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ ഈ ദിവസങ്ങളിൽ 7 വട്ടം നമ്മൾ ചൊല്ലണം. ഏതാണ് ആ ദിക്റ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി തൗബതൻ അബ്ദി ളാലിമി ലിനഫ്സിഹി ലാ യംലികു ലിനഫ്സിഹി മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. ഈ ഒരു ചെറിയ ദിക്റിനെ 7 വട്ടം നമ്മൾ ചൊല്ലുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല വലിയ മാറ്റങ്ങൾ നമുക്ക് നൽകുന്നത് നമുക്ക് തന്നെ അനുഭവപ്പെടും. റജബിലേക്ക് അടുക്കുന്ന ഈ ഒരു മാസം വരെ നമ്മുടെ ജീവിതം എങ്ങനെ ആയിരുന്നു, അതിനേക്കാൾ വളരെ സുന്ദരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള രീതിയിലായിരിക്കും ഈ ഒരു ദിക്റിനെ ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള പുണ്യ റജബിൽ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇഹലോകത്തുള്ള നമ്മുടെ പല ആഗ്രഹങ്ങളും അല്ലാഹു തആല നമുക്ക് ഹാസിലാക്കി തരും. ഹലാലും ഖൈറുമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നടന്നു കിട്ടാനുള്ള ഒരു അസുലഭ നിമിഷം കൂടെയാണ് ഇത്. അതുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുക. അല്ലാഹു തആല നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരികയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഈ ഒരു വർഷത്തെ റജബ് നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. പുതിയൊരു അറിവുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.